ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. ഏതേത് പ്രതിസന്ധിയിലും ഏതേത് പ്രതികൂലതകളിലും നമ്മുടെ ജീവിതം അതിമനോഹരമാക്കി തീർക്കാൻ നാം സ്വയം ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി ഇത്തിരൊന്ന് മെനക്കെടണം. ഒരു സൈക്കിള് നമ്മുടെ അമ്മ തൂത്തുവാരുമ്പോൾ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അമ്മയത് മാറ്റി വെക്കാൻ നോക്കിയാൽ അമ്മയും വീഴും സൈക്കിളും വീഴും. അപ്പോൾ ആ സൈക്കിൾ ഇത്തിരി തൂത്തുവാരുന്ന സമയത്ത് 2 അടി അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെക്കാൻ പോലും പഠിക്കണം. അതിന് ഈ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ഭഗവാൻ പൂർണ്ണാവതാരപ്പെടുന്ന ഭഗവത്ഗീത പറയും, അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ജഗ്ര. അഭ്യാസേനത് കൗന്ദേയ. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസാധ്യമായി ഒന്നുമില്ല. ഇമ്പോസിബിളിനകത്താണ് പോസിബിലിറ്റി. ഇതാണ് കൃഷ്ണൻ പറയുന്നത് പൂർണ്ണാവതാരം എടുത്തിട്ട്. ഭഗവത്ഗീത പറഞ്ഞാൽ ഇതാണ്, ഇമ്പോസിബിളിനകത്താണ് പോസിബിലിറ്റി. അയ്യം അപ്പുറത്ത് പോസിബിൾ. ഈ പോസിബിൾ ഇതിനകത്താ. പക്ഷെ അത് എന്തു ചെയ്യണം? അഭ്യാസേനത് കൗന്ദേയ. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ ജീവിതം, ആധുനിക മനുഷ്യൻ്റെ മനസ്സ് ദുഃഖ ദുരിത കഷ്ടപ്പാട് കാരണം കടലിൽ തിരമാലി അടിക്കുന്നത് പോലെയാണ്. അടുക്കളയിൽ സാമ്പാർ തിളച്ച് പൊങ്ങുന്നത് പോലെയാണ്. ഈ ഒരു സാഹചര്യത്തിലുള്ള ആധുനിക മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും കാലഘട്ടം ഒരുതരം വട്ട് പിടിച്ച കാലഘട്ടം. ഈ ഒരു സാഹചര്യത്തിൽ ശാന്തി തേടിയ ഒരു യാത്രയിലാണ്, ശാന്തി തേടി ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും. ഈ ശാന്തി എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അന്വേഷിക്കണം. ഇതിന് അമ്പലങ്ങൾ മുഴുവൻ, ആ ദൈവങ്ങളുടെ മുന്നിൽ മുഴുവൻ നാം പോയി തപ്പി തടയുകയാണ്. എന്ത്? ശാന്തി. ആലുവയിലുള്ള ഒരു കൂട്ടുകാരി 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാരി ചെറിയൊരു കൊറിയറിൻ്റെ കമ്പനിയും ഒരു പാർസലും ഇതൊക്കെ കൂടി ആലുവയിൽ തുടങ്ങി ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസർ. പെട്ടെന്ന് RCCയിലോട്ട് റെക്കമെൻഡ് ചെയ്തു. ഭർത്താവിനെയും കൂട്ടി RCCയിൽ പോയി. അവിടെ നിന്ന് എന്നെ വിളിച്ചിരുന്നു. സത്യത്തിൽ എനിക്ക് ആദ്യം അത് ഫേസ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പോലും കേൾക്കാൻ സാധിക്കില്ല. 2 പെൺകുട്ടികളുടെ അമ്മ, ഭർത്താവിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അവരുടെ
മാനസികാവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. നൈസായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. എന്താ ട്രിക്ക്? സിഗരറ്റ് വലി ഇപ്പോൾ പുള്ളിക്കാരൻ നിർത്തിയില്ലേ? തിരുമേനി സിഗരറ്റ് വലിയൊക്കെ നിർത്തി. ഇപ്പം പണ്ടത്തെ അത്ര കുടിയില്ലല്ലോ. ഇല്ല, ഇപ്പം വളരെ ചുരുങ്ങി കൂടി. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, എന്ത്, ക്യാൻസറിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരണം, ഹാർട്ട് അറ്റാക്കും കൂടെ വരണം, കിഡ്നിയും കൂടെ അടിച്ചു പോകണം. എന്താ കാരണം? സ്വയം വരുത്തി വെക്കുന്നതാണ്. കർമ്മം, കർമ്മഫലം, കർമ്മപ്രതിഫലം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രതിഫലമാണ്. അപ്പോൾ ആധുനിക മനുഷ്യൻ 100% ശാപ ജന്മമാണ്. അതറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇത്രയ്ക്കും 100% കഷ്ടപ്പാടും ദുരിതവുമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ എന്താണ് ഇതിനൊരു പോംവഴി? അപ്പോഴാണ് കൃഷ്ണൻ മറുപടി പറയുന്നത്, അനിത്യവും അസുഖവുമായ ഈ ജീവിതത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എന്താണ്? ഇമാം പ്രാപ്യ ഭജസ്വമാം. എന്നെ ഭജിക്കൂ, നിരന്തരം എന്നെ ജപിക്കൂ. ആ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും. എന്താണ് ആധുനിക മനുഷ്യൻ്റെ ഈ ദുഃഖത്തിനും ദുരിതത്തിനും കാരണം? ഇതെന്താണ് കാരണം? നല്ലൊരു ചോദ്യമാണ്. ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് മരുന്ന് മേടിച്ച് കഴിച്ചാൽ മതിയല്ലോ. ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മുടെ ഭഗവാൻ പൂർണ്ണാവതാരമെടുത്ത പരമ പ്രേമസ്വരൂപനായ കൃഷ്ണനോട് അർജുനൻ ഭഗവത്ഗീതയിൽ 3-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം ചോദിക്കുന്നു, അഥകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതം. അഥകേന പ്രയുക്തോയം, എൻ്റെ ജീവിതത്തിലെ ഈ തെറ്റായ ജീവിതമാർഗത്തിനും പരമദുഃഖത്തിനും കാരണം എനിക്ക് എപ്പോഴും മരണഭയമാണ്. ഇതിന് കാരണം ബലാദിവ നിയോജിതം. ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഈ ദുഃഖ ദുരിതങ്ങളും, എന്നിട്ടും ബലാദിവ നിയോജിതം, നിർബന്ധപൂരിതമായി എന്നെ അഗ്നിപർവ്വതം പൊട്ടി ലാവാപ്രവാഹം ഒഴുകുന്നത് പോലെ ദുഃഖിപ്പിക്കുകയും ദുരിതവും ആരാണ് തരുന്നത്? ആരാണ് ഇതിൻ്റെ പ്രസക്തി? ശ്രദ്ധിക്കണം. ഈ ഭഗവത്ഗീതയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ ചോദിക്കും, ഈ പഴയ ബുക്കൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് എന്താ കാര്യമെന്ന്. 5500 വർഷം മുന്നേയുള്ള ഭഗവത്ഗീതയിലാണ് ഇത് എഴുതിയത്. ഈ ചോദ്യം ശ്രദ്ധിക്കണം. അർജുനൻ്റെ ചോദ്യം ഭഗവാനോട് 5500 വർഷം മുന്നേയും പ്രസക്തിയാണ്. 2026 ഇന്നും പ്രസക്തിയാണ്. 2036 പ്രസക്തിയാണ്. 2046 പ്രസക്തിയാണ്. ഇനി എത്ര വർഷം ഭൂമി ഉണ്ടെങ്കിൽ അത്രയും വർഷം. അതുകൊണ്ടാണ് സനാതന സംസ്കൃതിയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി എന്ന് പറയുന്നു. നമ്മളിത് പഠിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. നമ്മളിത് പഠിക്കണം. അപ്പോൾ ഈ മരണ ദുഃഖഭയത്തിന് പോലും എന്താണ് കാരണം? ഈ മരണ ഭയം, ദുഃഖഭയം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനാണ്. ശരണമയ്യപ്പ. ഭാഗവതം എന്ന ഗ്രന്ഥം, ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ അച്ഛനാണ്. കാരണം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ
എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ് ഈ ഭാഗവതം. അതുകൊണ്ട് തന്നെ ഈ ഭാഗവത പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് ഈ ദാഹജലം പോലെയാണ് ഭാഗവതം. എനിക്ക് ഈ ശ്വാസം പോലെയാണ് ഭാഗവതം. എനിക്ക് അന്നാണ് അന്നും ഇന്നും എന്നും ഭാഗവതം. അതുകൊണ്ട് തന്നെ ഈ ഭാഗവതത്തിലെ ഞാൻ പഠിച്ച കാര്യങ്ങൾ അപരോക്ഷ അനുഭൂതിയാണ് എൻ്റെ ജീവിതത്തിൽ. അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞു തന്നതല്ല, സ്ട്രൈറ്റായിട്ട് ഞാൻ പഠിച്ചതാണ്, ഞാൻ അനുഭവിക്കുന്നതാണ്. എന്ത്? ജീവിതത്തിൻ്റെ സൗന്ദര്യം, ജീവിതത്തിൻ്റെ മധുരം, ജീവിതത്തിൻ്റെ സുഗന്ധം, ജീവിതമെന്ന ഡയമണ്ട്, ജീവിതമെന്ന പചാരപൽപായസം, ജീവിതമെന്ന അയ്യപ്പസ്വാമിയുടെ അരവണ മധുരം. ഇത് നമുക്ക് യഥാർത്ഥമായി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗവത പഠനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും എന്നും ഇത്രയധികം പ്രസക്തി. അപ്പോൾ എല്ലാ ദുഃഖത്തിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ജാതകദോഷങ്ങളിൽ നിന്നും, എല്ലാ കാലദോഷങ്ങളിൽ നിന്നും, എല്ലാ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ, എന്നിട്ട് അഭീഹി ഇത് വേദാന്തദിണ്ടി മഹാ നിർഭയമായി ജീവിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ എസൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, പരീക്ഷിത് മഹാരാജാവ് ഒരു സർപ്പധ്വംസനം കൊണ്ട് മരിക്കുമെന്ന മുനികുമാരൻ്റെ ശാപത്തിൻ്റെ ഫലമായി 7 ദിവസത്തിനകം 7ാമത്തെ ദിവസം തക്ഷകനെന്ന സർപ്പം കടിച്ച് മരിക്കുമെന്നുള്ള ശാപം. ഈ ശാപം അറിഞ്ഞ ഉടനെ തന്നെ ഇതിന് എന്താണൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇദ്ദേഹം പല സ്ഥലങ്ങളിലും എത്തിയത്. അങ്ങനെ നമ്മുടെ വ്യാസാത്മജനായ ശ്രീശുക ഭഗവാനോടാണ് ചെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയായി വ്യാസ ഭഗവത്പാദ വിരചിതമായ ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് മരണഭയത്തെ അതിജീവിക്കണം, എല്ലാ ഭയത്തെയും അതിജീവിക്കണം, എല്ലാത്തിനെയും അതിജീവിക്കണം, എല്ലാ ദുഃഖങ്ങളും തൃണവൽക്കരിക്കണം, ഇതിനുള്ള അറിവും കഴിവും സമ്പത്തും മനക്കരുത്തും മനഃശക്തിയും മനോബലവും ബുദ്ധിശക്തിയും ബോധശക്തിയും വളർത്തി വികസിപ്പിക്കുകയാണ് 12 സ്കന്ധങ്ങളിലൂടെ 18,000 ശ്ലോകങ്ങളിലൂടെ വ്യാസ ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ ആ 12 സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിലാണ് 5ാമത്തെ ശ്ലോകത്തിലാണ് ശ്രീ ശുകബ്രഹ്മർഷി അതിശ്രേഷ്ഠമായ ആ ദിവ്യാസനത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പരീക്ഷിത്ത് മഹാരാജോ പറയുന്നു, അല്ലയോ വ്യാസാത്മജനായ ശുകഭഗവാനെ, അല്ലയോ വ്യാസാത്മജനായ വ്യാസൻ്റെ പുത്രനായ ശുകഭഗവാനെ. രാജോവാച, രാജാവാണ് പറയുന്നത്. രാജാവായി പറയുമ്പോൾ നമ്മളും ആ നിലയിലോട്ട്
മാനസികമായിട്ട് ഉയരണം. വ്യാസോച്ഛിഷ്ടം ജഗത്സർവം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വ്യാസൻ്റെ ഉച്ഛിഷ്ടമാണ്. അപ്പോൾ വ്യാസൻ ആരാണ്? വ്യാസായ വിഷ്ണുരൂപായ, വ്യാസരൂപായ വിഷ്ണവേ, സാക്ഷാ മഹാവിഷ്ണു തന്നെയാണ് വ്യാസഭഗവാനായത്. ബാദരായണൻ, ബദരീനാഥനിൽ നിന്നും അവതരിച്ചവൻ. ബാദരായണി, ബദരീനാഥനിൽ ലയിച്ചു ചേർന്നവനാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായ ഈ ശുഗഭഗവാനോടാണ് ഈ രാജാവ് പറയുന്നത്, ശരണമയ്യപ്പ, എൻ്റെ പിതൃദേവൻ്റെ തൃപ്പാദങ്ങളിൽ കോടിക്കോടി പ്രണാമങ്ങളോടെ ആ അതിഗംഭീരമായ വ്യാസവചനം എന്തുമാത്രം മനോഹരമാണെന്ന് പറയാൻ പറ്റില്ല. ഭാഗവതത്തിലെ ഈ ശ്ലോകം ശ്രദ്ധിക്കണം. ദ്വാദശസ്കന്ധം അധ്യായം 6 ശ്ലോകം 5 നമ്മളെ വീട്ടിലൊക്കെ എഴുതി വെക്കണം, പൂജാമുറിയിലൊക്കെ എഴുതി വെക്കണം. നമ്മളിതങ്ങനെ പഠിച്ച് അതിഗംഭീരമായിട്ട് ചൊല്ലണം. നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങണം. നമ്മുടെ ഭർത്താവ് അത് പഠിച്ചോളും, ഇത് കേട്ടിട്ട് നമ്മളെ മക്കൾ പഠിച്ചോളും. ഏവം പരമ്പരാപ്രാപ്തം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആ ഗുരുപരമ്പരയിലൂടെ നമുക്ക് സിദ്ധിച്ച ഈ അമൃത ബിന്ദുക്കളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറ്റം ചെയ്യണം. ഇല്ല എങ്കിൽ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടിടാതിരിക്കാനും റിട്ടയർമെൻറ്റ് ഹോം ഇംപ്രിസണിൽ നിന്നും പുറത്തു വരാനും കുടുംബത്തിന് ബാധ്യതയാകാതെ, കുടുംബത്തിന് ബാധ്യതയാകാതെ സാധ്യതകളായി മാറാനും ആ ആ ആ ആ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും മക്കൾക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും സുഗന്ധം പരത്താനും ഈ ധർമ്മശാസ്ത്രം പഠിക്കണം, ഈ ഭാഗവതം നമ്മൾ പഠിക്കണം. എന്നിട്ട് എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കൊമ്പംകുളം ഈശ്വര നമ്പൂതിരി, കൈതപ്രത്തിൻ്റെ അമ്മാവനാണ്. അദ്ദേഹത്തിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് എൻ്റെ അച്ഛൻ പഠിച്ച് അദ്ദേഹം എന്നിലേക്ക് നൽകിയ ഈ ദീപത്തിൽ നിന്നും ദീപം പകർന്ന അയ്യപ്പസ്വാമിയുടെ അരവണപ്രസാദമായ ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും പഠിക്കണം. ശരണമയ്യപ്പ ഭഗവം തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നഭിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണ മഭയം ദർശിതം ത്വയാ. ഭഗവൻ തക്ഷകാഭിഭ്യോ. ഹേ ശുഗഭഗവാനെ, ഭഗമുള്ളവൻ, ഐശ്വര്യമുള്ളവൻ ആ ശുഗഭഗവാനോട് പറയുകയാണ്, ആ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഈ ആധുനിക മനുഷ്യൻ, എൻ്റെയും നിങ്ങളുടെയും ബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമബുദ്ധി. വിഷമബുദ്ധി എന്താണ് വിഷം? സർപ്പത്തേക്കാൾ മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ള നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്പർശനം, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും പുറത്തോട്ട് വമിക്കുന്നതാണ് വിഷം. പിന്നെ നമ്മുടെ ബുദ്ധി, അതാണ് വിഷമബുദ്ധി. ഈ വിഷമം നമുക്കും തരുന്നു, മറ്റുള്ളവർക്കും തരുന്നു. ഇതാണ് വേദവ്യാസ ഭഗവാന്റെ തക്ഷകൻ എന്ന വിഷസർപ്പത്തിലൂടെ വേദവ്യാസ ഭഗവാൻ നമ്മളെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തക്ഷകാഭിഭ്യോ, തക്ഷകാദി വിഷ സർപ്പങ്ങളുടെയും, ഇനി ഇതൊന്നും വേണ്ട, ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയാലും മതി,
ഇനി ഇതും വേണ്ട, ഷിപ്പ് മുങ്ങിയാലും മതി, ഇനി ബൈക്ക് ആക്സിഡൻ്റ് ആയാലും മതി, വെഹിക്കിൾ ആക്സിഡൻ്റ് ആയാലും മതി, ഏത് രീതിയിലുള്ള അപകട മരണങ്ങളും ഏത് രീതിയിലുള്ള ദുർമരണങ്ങളും മൃത്യുഭ്യോ ന ബിഭിമ്യഹാം. ശുഗഭഗവാനെ, അങ്ങ് 7 ദിവസങ്ങളിലായി ഈ 12,000 ശ്ലോകങ്ങളിലൂടെ എന്നെ പഠിപ്പിച്ച ഈ ഭാഗവതമെന്ന ധർമ്മശാസ്ത്രം എന്നെ മൃത്യുഭ്യോ ന ബിഭിമ്യഹാം, ഒരു തരി പോലും മരണഭയം ഇല്ലാതാക്കുന്നു. കാരണം മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠന ശ്രവണ സദ്യോ വൈകുണ്ഠഫലദായകം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഗതകുണ്ഠാഹ ഇതി വൈകുണ്ഠം, ദുഃഖമില്ലാത്ത മാനസിക അവസ്ഥയെയാണ് ഇവിടെ ശ്രീ ശുഗ ബ്രഹ്മർഷിക്ക് ഇപ്പോൾ ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം, ഇത് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യുന്നതാണ്. എന്ത്? മനസ്സിൻ്റെ ദുഃഖത്തെ, മരണഭയത്തെ പോലും 100% ബേൺ ചെയ്ത് കളയാൻ കഴിവും കരുത്തുമുള്ള ശക്തിയാണ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും ഇന്നും. അപ്പോൾ ഭഗവം തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭിമ്യഹാം. ബ്രഹ്മബോധത്തിൽ ആണ് ഞാൻ പറയുന്നത്, ബ്രഹ്മബോധത്തിലാണ് ഞാൻ പറയുന്നത്. തക്ഷകാദി ഒരു മരണ ഭയവും ഒരു രോഗ ഭയവും, ഇനി ക്യാൻസറല്ല, ഇനി എയ്ഡ്സ് അല്ല, ഇനി ഹാർട്ട് അറ്റാക്ക് അല്ല, ഇനി കിഡ്നി ഫെയിലിയർ അല്ല, എന്ത് രോഗവും ഈ രോഗഹേതുക്കൾ ആകുന്ന തക്ഷകാദികളെ ഒന്നിനെയും എനിക്കിപ്പോൾ ഭയമില്ല. ഒന്നിനെയും എനിക്കിപ്പോൾ ഇനി മരണഭയത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം എന്താണ്? പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയം. ഇത്ര കൃത്യമായിട്ട് മറ്റാർക്കും ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. വേദവ്യാസ ഭഗവാൻ വരച്ച ഈ ചിത്രം എന്താണ് കാരണം? ഞാൻ ജഗദീശ്വരൻ്റെ വിശ്വാഭയമായ നിർവാണമായ സച്ചിദാനന്ദമായ സമ്പൂർണ്ണ ബോധത്തിലാണ് ഞാൻ. ആ ബ്രഹ്മത്തിൽ പ്രവിഷ്ടോ അഹാം, ആ ബ്രഹ്മബോധത്തിൽ പ്രവിഷ്ടോ അഹാം, ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബ്രഹ്മവയത്തിൽ ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രവേശിച്ച് ആ ബ്രഹ്മവുമായി ലയിച്ച് ചേർന്ന് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. 1/2 ഗ്ലാസ് പാലിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ പാലാണോ ലയിച്ചത്, പാലിൽ വെള്ളമാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഞാൻ ആ ബ്രഹ്മവുമായി ലയിച്ച് ചേർന്ന് ഒന്നായി കഴിഞ്ഞതുകൊണ്ട് ഇനി തക്ഷകാദി മൃത്യു മുതലായ ഒരു ഭയത്തെയും എന്നെ ബാധിക്കില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്കും ഉയരണം. നമ്മൾ ഉയർന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മളെ മക്കളെയും ഉയർത്താൻ. ഇനി വേദങ്ങൾ പറയുന്നു, ഭയാദ് അഗ്നിസ്ഥപതി, ഭയാസ്തപതി സൂര്യ, ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യോർധാവതി പഞ്ചമ. ബ്രഹ്മമായ ഞാൻ എന്നെ ഭയന്നിട്ടാണ് ഭയാദ് അഗ്നിസ്ഥപതി, അഗ്നി പ്രകാശിക്കുന്നതും അഗ്നി കത്തുന്നതും താപം വിസർജിക്കുന്നതും. ഭയാദ് അഗ്നിസ്ഥപതി, ഭയാസ്തപതി സൂര്യ, സൂര്യൻ തൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്നെ ഇന്ദ്രൻ എല്ലാ കർമ്മവും ചെയ്യുന്നത് എന്നെ ഭയസ്തവ സൂര്യ ഭയാനിന്ദ്രശ്ച വായുശ്ച, കാറ്റടിച്ച് മുഴുവൻ ക്ലീനാക്കുന്നത് എന്നെ ഭയന്നിട്ടാണ്. മൃത്യോർധാവതി പഞ്ചമ,
അഞ്ചാമതുള്ള മൃത്യു ഭഗവാൻ എന്നെ ഭയന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാലോസ്മിൻ ലോകക്ഷയഗത് പ്രവൃത്തോ ലോകൻ സമാഹർത്തുമിഹ പ്രവൃത്ത മയ്യൈ വൈതേ നിഹിതാപൂർവ നിമിത്തമാത്രം ഭവസവ്യസാചി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. കാലസ്വരൂപമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്നത് ഞാനാണ് എന്ന ഒരു തിരിച്ചറിവാണ് ഇവിടെ ഭഗവാൻ വ്യാസഭഗവാൻ ശുകഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിതനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? ബ്രഹ്മവൈ വേത്തി ബ്രഹ്മൈ ഭവതി, ബ്രഹ്മവൈ വേത്തി ബ്രഹ്മൈ ഭവതി. ഈ ഭാഗവതം പഠിക്കുന്നതിലൂടെ ബ്രഹ്മം എന്താണ്, ബ്രഹ്മവൈ വേത്തി അറിഞ്ഞു പഠിച്ചു, ബ്രഹ്മൈ ഭവതി ബ്രഹ്മമായി തീരാം. ഇവിടെ ഈ ഭാഗവതത്തിലൂടെ മാനവരാശിയെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഉയർന്ന രീതിയിൽ നമ്മളെയൊക്കെ ഉയർത്തുകയാണ്. വേദവ്യാസ ഭഗവാൻ ഊണ് സപ്താഹത്തിന് പോയിട്ട് ഊണ് കഴിച്ചിട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല. ഈ ഊണ് ശരീരത്തിന് കഴിക്കുന്നത് പോലെ ഈ ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ഉയരണം. എവിടത്തേക്ക്? ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ഉയരണം. സൂക്ഷ്മത്വാത് കാരണത്വാച ബഹുത്വാച ഇതി ബ്രഹ്മ. സൂക്ഷ്മത്വാത് കാരണത്വാച ബഹുത്വാച ഇതി ബ്രഹ്മ. അണോരണീയാൻ മഹോദോ മഹീയാൻ ആത്മസ്യ ജന്തുർ നിഹിതം ഗുഹായാം. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. സൂക്ഷ്മത്തിൽ അതിസൂക്ഷ്മം, ബൃഹത്തായതിൽ വെച്ച് ഏറ്റവും വലുത്. ഈ ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ജഗത് മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്തദിണ്ടിമോഹ. ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു. എന്ത്? ഇവിടെ സത്യത്വമില്ലാത്ത സത്യമായിട്ട് പേന ഇവിടെ ഉണ്ട്, ഇത് ഇന്നുണ്ട്, നാളെ ഇത് വീണ്ടും ഉരുക്കി പ്ലാസ്റ്റിക് ആവും, ഇന്നലെ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ജഗത് മിഥ്യ. സത്യത്വമില്ല, സ്ഥിരമായിട്ട് ഒന്നും നിൽക്കുന്നില്ല. കാരണം അനിത്യമസുഖം ലോകം. ഇവിടെ ശശ്വന്നശ്വര വിശ്വമേവമഖിലം. ശങ്കരാചാര്യർ പറഞ്ഞു ഇവിടെ ഒന്നും സ്ഥിരമില്ല. ആ ബ്രഹ്മബോധത്തിലോട്ട് നമ്മൾ ഉയരുമ്പോൾ ഇവിടെ പലത് കാണുന്നത് ഭ്രമം, പലത് കാണുന്നത് ഭ്രമം, പലത് കാണുന്നത് ഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേനയാണെന്നും ഇത് വിക്സാണെന്നും ഇത് ഗ്ലാസ് ആണെന്നും ഇത് ചീർപ്പാണെന്നും ഇങ്ങനെ പലതായിട്ട് കാണുന്നതാണ് ഭ്രമം. ഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത്. പിന്നെ ഏകമായി കാണുന്നതാണ് ബ്രഹ്മം. ഈ ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. എന്താണ് ഏകമായ ബ്രഹ്മം? ഐൻസ്റ്റീൻ പറഞ്ഞ കോസ്മിക് എനർജി, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇത് മാസായി ചേർന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചമായി. ഇതാണ് വിശ്വരൂപദർശനം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപായ സഭൂമിൻ വൈശദോവൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം എന്നൊക്കെ നമ്മൾ പുരുഷ സൂക്തത്തിൽ പഠിക്കില്ലേ. അപ്പോൾ ഈ പലത് കാണാതെ ഏകമായി കാണുമ്പോൾ മനസ്സിനെ ആ ബ്രഹ്മപദത്തിലോട്ട് ഉയർത്തും. അപ്പോഴോ ശങ്കരാചാര്യ പറഞ്ഞു മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവലയ തത് ബ്രഹ്മദ്വയോസ്മി അഹം വഹം വഹം. എന്നിലെ ഈ ആത്മബോധത്തെ വികസിപ്പിക്കുകയും അതുവഴി സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ വിൽ പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിലോട്ട് ഉയർത്തുന്ന ട്രെയിനിങ് കോഴ്സാണ് ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ എന്താ അത് ആ ട്രെയിനിങ് കൊണ്ട് കിട്ടുക? ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി. ഈ മൂർത്തി എന്താണ്? കേവലം ജ്ഞാനമൂർത്തിയാണ്, ഭാഗവതത്തിലൂടെ അറിവാണ്. അതുവഴി വരുമ്പോൾ എന്താണ്? ബ്രഹ്മാനന്ദം പരമസുഖദ. ഈ സുഖം നിങ്ങളും അനുഭവിക്കണം,
ഞാനും അനുഭവിക്കണം, നമുക്കെല്ലാവർക്കും അനുഭവിക്കണം. അതിന് ഈ ബ്രഹ്മാനന്ദം പരമസുഖദം അനുഭവിക്കുമ്പോൾ വേദങ്ങൾ പറയുന്നു, ഏഷതാ ആത്മാന്തര്യാമ്യമൃത. അറിയൂ, പഠിക്കൂ. എന്ത്? ആത്മാ. ഈ ആത്മാ നമ്മളിലുള്ള അന്തര്യാമിയാണ്. ഇത് അമൃതമാണ്. ഇത് അഭയം ദർശിതം. അപ്പോൾ വെറുതെ തൊഴുതു പോയത് കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. പിന്നെ അവിടെ എന്ത് വേണം? ദർശിത. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണ മഭയം ദർശിത. ദർശനമാണ് വേണ്ടത്. എന്താണ്? അവിടെ എന്താണ്? ക്ഷേത്രങ്ങളിൽ പ്രദർശനം. ഗുരുവായൂർ എന്താണ്? ഗുരുവായൂരപ്പ വിഗ്രഹം അലങ്കാരങ്ങളൊക്കെ കാട്ടി അവിടെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് എന്ത് വേണം? ദർശനം. ഇതുപോലെ ഭാഗവത തത്വദർശനത്തിലൂടെ നമ്മൾ ഉയരണം. ഇപ്പോൾ വിഗ്രഹത്തിൽ കാണുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പറയില്ലേ, ഗുരുവായൂർ നിർമാല്യ ദർശനം വിശ്വരൂപ ദർശന യോഗമാണെന്ന്. നിർമാല്യ ദർശനം, ഉത്സവബലി ദർശനം, ദീപാരാധന ദർശനം. എന്താണ്? ഈ ഭാഗവത തത്വദർശനം ഇതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രീതിയിൽ നമുക്ക് ഈ ഭാഗവതം അനുഭവിക്കാൻ സാധിക്കും. ശബ്ദ സ്പർശ രസരൂപ ഗന്ധാദികളിലൂടെ ക്ഷേത്ര ദർശനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി നമ്മൾ കുടുംബത്തിലിരുന്ന് ഈ ഭാഗവത പഠനത്തിലൂടെ നമുക്ക് സാധിക്കും. എന്താണ്? പ്രവിഷ്ടം. എന്താണ്? ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നാം. ആ ഭഗവാനിലോട്ട് പ്രവേശിക്കുകയാണ്. തുടർന്ന് 12 സ്കന്ധത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ 48-ൽ പറയുന്നു, ഇനി ഈ പ്രതിഷ്ഠ, ഈ ഭാഗവത തത്വം സംഗ്രഹിക്കുകയാണ്. ഹൃദയത്തിൽ എപ്പോഴും ഭാഗവത തത്വം നിലനിൽക്കാൻ സങ്കീർത്തമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വധുനോത്യശേഷം യഥാതമോർക്ക ഭ്രമിവാതിവാദ. ബോധസ്വരൂപമായി, ബുദ്ധിസ്വരൂപമായി പ്രകാശിക്കുന്ന ആ ബ്രഹ്മസ്വരൂപമാണ് ഭഗവാൻ. അതിനെന്ത് ചെയ്യണം? സങ്കീർത്യമാനോ, സങ്കീർത്തനം ചെയ്യണം. നാമജപത്തിലൂടെ ശ്രുതാനുഭാവോ, എപ്പോഴും അനന്ത ഐശ്വര്യ പരിപൂർണ ജ്ഞാനസ്വരൂപമായ ഭഗവാനെ നാമസങ്കീർത്തനം യസ്യ സർവ പാപപ്രണാശനം. നമ്മൾ അവസാനം പഠിക്കുന്നില്ലേ ഭാഗവതത്തിൽ? ആ തത്വത്തിനകത്തോട്ട് നമ്മൾ ഉയരണം. എന്നാലോ വ്യസനം ഹി പുംസാ, ശരീരമെടുത്തിട്ടുള്ള ആർക്കും ഒരു തരി പോലും വ്യസനമുണ്ടാവില്ല ഈ നാമജപം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ. പ്രവിശ്യ വധുനോത്യശേഷം, പ്രവേശിക്കുകയാണ് നമ്മുടെ ബുദ്ധിസ്വരൂപമായി ബോധത്തിലോട്ട്. ബ്രഹ്മം പ്രകാശിക്കുമ്പോൾ ഒരു തരി പോലും ദുഃഖമുണ്ടാകില്ല. യഥാ തമോ അർക്ക, സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടെങ്ങനെയാണ് പോകുന്നത്? ഭ്രമി വാദിവാത, കാറ്റടിക്കുമ്പോൾ കാർമേഘം എങ്ങനെയാണ് പോകുന്നത്? ഇതുപോലെ വ്യസനം ഹി പുംസ, എല്ലാ വ്യസനങ്ങളും എല്ലാ ദുഃഖങ്ങളും മരണഭയവും മാറും എന്നുള്ളതാണ്. വാതാലയേശ സങ്കീർത്തനമാണ് നാരായണ നാമജപം. ആ നാരായണ നാമജപത്തിലൂടെ ആനന്ദ രമണാനന്ദനായ ആ വാതാലയേശനെ നമ്മൾ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നില്ലേ, അനന്തഭൂമാ ഭവരോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു. ഹേ ഗുരുവായൂരപ്പ, സർവരോഗങ്ങളെയും പ്രതിരോധിച്ച് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഈ എല്ലാ മരണഭയമടക്കമുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കും. ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മരേ ദുഃഖം ഗമിഷ്യതേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ആ നാമജപത്തിൽ എപ്പോഴും നീരാടി തുടിക്കുകയാണെന്നുണ്ടെങ്കിൽ
ആയുരാരോഗ്യ സൗഖ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. എന്താ വേണ്ടത്? നാരായണൻ ജപിക്കണം. എന്ത് വേണം? നാരായണ 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 നാരായണ. സ്വാമീ ശരണമയ്യപ്പ.